ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. സന്യസ്തർക്കും വൈദികർക്കുമെതിരെ അവഹേളന ശ്രമങ്ങളും ദുരാരോപണങ്ങളും പെരുകുമ്പോഴും ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിന് പ്രത്യുത്തരം നൽകുന്നവരുടെ എണ്ണം വർദ്ധിക്കുക തന്നെയാണ്. ജനറൽ നഴ്സിംഗിനും ജോലിക്കും ശേഷം അതെല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത MSMI സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ടിൻസി ജോസഫിന്റെ ദൈവവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തലശ്ശേരി ജോസുഗിരി BKJM സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്നാണ് സിസ്റ്റർ ടിൻസി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി തന്റെ 26-ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നഴ്സിംഗ് ജോലിക്കിടയിൽ നിരവധി വിവാഹാലോചനകൾ വന്നിരുന്നുവെന്നും എന്നാൽ അതിനോടൊന്നും താൻ പ്രത്യുത്തരം നൽകിയില്ലെന്നും സിസ്റ്റർ ടിൻസി പറയുന്നു. തന്റെ ദൈവവിളി അനുഭവം മറക്കാനാവാത്ത ഒന്നാണെന്നും മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസ സമൂഹത്തിന്റെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം മറക്കാനാവാത്തതാണെന്നും സിസ്റ്റർ ടിൻസി ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. എന്റെ ദൈവവിളി തന്നെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഞാൻ എന്ത് പ്രാർത്ഥനയ്ക്ക് മുൻപോട്ട് വെച്ചാലും ദൈവം അതെല്ലാം എനിക്ക് സാധിച്ചു തരാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് എന്റെ കുടുംബത്തിൽ എന്റെ ഒരു കസിൻ ബ്രദറിന് വിവാഹശേഷം 9 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങളുടെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവർക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇത് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പ്രാർത്ഥനാനുഭവമാണ്. എന്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ തന്നെ ആത്മീയ ജീവിതത്തിൽ നല്ലൊരു അടിത്തറപ്പാകുവാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ പഠനത്തിന്റെയും ജോലിയുടെയും ഒക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും അനുദിന വിശുദ്ധ കുർബാനയിലും സമൂഹ പ്രാർത്ഥനയിലും മുടക്കം വരുത്താതിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. തന്റെ സന്യാസ പരിശീലന കാലഘട്ടങ്ങളിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ലഭിച്ച പിന്തുണയും പ്രോത്സാഹനവും സന്യാസ വഴിത്താരയിൽ മുന്നേറാൻ സഹായകരമായിട്ടുണ്ടെന്നും സിസ്റ്റർ ടിൻസി പറയുന്നു. പരിശീലന കാലഘട്ടങ്ങളിൽ താൻ തെരഞ്ഞെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് തനിക്കൊരിക്കലും തോന്നിയിട്ടില്ലെന്നും സിസ്റ്റർ ടിൻസി പറയുന്നു. എന്നെക്കാളും 10 വയസ്സിൽ താഴെയുള്ള സഹോദരിമാരുടെ കൂടെയായിരുന്നു എന്റെ ഫോർമേഷൻ കാലഘട്ടം. എങ്കിലും വളരെ സ്നേഹത്തോടും സഹോദര്യത്തോടും ഐക്യത്തോടും കൂടി എന്റെ ഫോർമേഷൻ കാലഘട്ടം പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിച്ചു. എന്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ അധികാരികളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു. എന്റെ കഴിവുകൾ വളർത്തുവാനും കുറവുകൾ നികത്തുവാനും ആത്മീയതയിൽ വളരുവാനും അവരെന്നെ ഒത്തിരി സഹായിച്ചു. പരിശീലന കാലഘട്ടങ്ങളിൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വിദേശ ജോലിയേക്കാളും ഉപരിപഠനത്തെക്കാളും ശ്രേഷ്ഠമാണ് സന്യാസ ജീവിതമെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് തനിക്ക് ലഭിച്ച ബോധ്യമാണ് ക്രിസ്തുവിനു വേണ്ടി സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് സിസ്റ്റർ ടിൻസി പങ്കുവയ്ക്കുന്നു. വിദേശ ജോലിയെക്കാളും ഉപരിപഠനത്തെക്കാളും ശ്രേഷ്ഠമാണ് സന്യാസ ജീവിതമെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ബോധ്യമാണ് ഇവയെല്ലാം ഉപേക്ഷിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത സിസ്റ്റർ ടിൻസിയുടെ ദൈവവിളിയിൽ തങ്ങൾ അഭിമാനിക്കുന്നുവെന്നും ആതുര മേഖല രംഗത്തും പ്രത്യേകിച്ച് പാവപ്പെട്ട രോഗികളിൽ ക്രിസ്തുവിനെ കണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററിൽ MSMI സന്യാസ സമൂഹം മുഴുവൻ അഭിമാനം കൊള്ളുന്നുവെന്നും സഭയുടെ സാൻ ജോസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ടെസിൻ ആൻഡ്രൂസ് പറഞ്ഞു. ബാല്യം മുതലേ ദൈവത്തിൻ്റെ വിളിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഒരു സന്യാസിനിയാകുവാനുള്ള ആഗ്രഹത്തെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് വളർച്ചയുടെ പടവുകളിൽ വളർന്ന് വലുതായപ്പോൾ നഴ്സിംഗ് പഠനമെല്ലാം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ആ സ്വരത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് MSMI കോൺഗ്രിഗേഷനിൽ ചേരുകയും അതിലുപരിയായി സാൻ ജോസ് പ്രൊവിൻസിൽ ചേർന്ന് അംഗത്വം സ്വീകരിച്ച് സഭാവസ്ത്രം സ്വീകരിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നു. ടിൻസി ജോലിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം, എന്തിനേക്കാളും ഏറ്റവും വലുതും വിലയുള്ളതുമായി ഞാൻ കണ്ടത് ദൈവത്തെയാണ്. ദൈവം കൂടെയുള്ളവൻ ഭാഗ്യവാനാണെന്ന് ടിൻസി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗ്യത്തിൻ്റെ തീക്ഷ്ണത ഉള്ളിൽ ഉള്ളതുകൊണ്ട് ആതുര സേവന രംഗത്ത് ഏറ്റവും തീക്ഷ്ണതയോടുകൂടി നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ടിൻസിക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. പാവപ്പെട്ടവരിലും കഷ്ടപ്പെടുന്നവരിലും ദൈവത്തിൻ്റെ മുഖം ദർശിച്ച് ദൈവജനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അത്യക്ഷണമായി അതിസ്നേഹത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന ടിൻസിയെക്കുറിച്ച് ഞങ്ങൾക്ക് സഭാതനിയർക്ക് എല്ലാവർക്കും അഭിമാനവും സന്തോഷവുമുണ്ട്. ഇനിയും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ തീക്ഷ്ണതയിൽ ചെയ്യുവാൻ ടിൻസിയെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയുമാണ്. 2020 നവംബർ 2-ാം തീയതി തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംബ്ലാനിയിൽ നിന്നാണ് സിസ്റ്റർ ടിൻസി തന്റെ ആദ്യ വ്രത വാഗ്ദാനം സ്വീകരിച്ചത്. സമർപ്പിത ജീവിതത്തിനായി സിസ്റ്റർ മേരി ടിൻസി ജോസഫ് വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകി MSMI തലശ്ശേരി സാൻ ജോസ് പ്രൊവിൻസ് സഭാ അധികാരികളും ഒപ്പമുണ്ട്.
തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ഓങ്കോളജി നഴ്സിംഗിൽ ഉപരിപഠനം നടത്തുകയാണ് സിസ്റ്റർ ടിൻസി ഇപ്പോൾ. കണ്ണൂർ കൊട്ടോടി വെള്ളാപ്പള്ളിയിൽ ജോസഫ് അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ടിൻസി. പട്ടാളം ഭരണം പിടിച്ചടക്കിയ മ്യാൻമറിൽ കുട്ടികളുടെ ജീവന് വേണ്ടി സൈന്യത്തിന് മുന്നിൽ മുട്ടുകുത്തി യാചിക്കുന്ന സന്യാസിനിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ലോകശ്രദ്ധ നേടി. സിസ്റ്റർ ആൻഡ്രോസ് ന്യൂതാങ് ആണ് കുട്ടികളുടെ ജീവന് പകരം തന്റെ ജീവൻ എടുത്തോളൂ എന്ന് പറഞ്ഞ് സൈനികർക്ക് മുന്നിൽ മുട്ടുകുത്തിയത്. പട്ടാളം തേർവാഴ്ച നടത്തുന്ന മ്യാൻമാറിലെ കച്ചിൻ ജില്ലയിലെ മൃതിക്കാനയിലാണ് കരളലിയിക്കുന്ന രംഗങ്ങൾ അരങ്ങേറിയത്. തൂവെള്ള സഭാവസ്ത്രവും കറുത്ത ശിരവസ്ത്രവും അണിഞ്ഞ കത്തോലിക്ക സന്യാസിനി സാധുജനങ്ങൾക്കായി നടുറോട്ടിൽ മുട്ടുകുത്തി കേണപേക്ഷിച്ചപ്പോൾ തോക്കു ചൂണ്ടി നിന്ന പോലീസുകാരുടെ ഉള്ളും പിടഞ്ഞു. മ്യാൻമാറിൽ സാൻസൂചി സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാള ഭരണം പിടിച്ചെടുത്തതിനെതിരെ പോലീസ് അക്രമം തുടരുന്നതിനിടെയാണ് സഹജീവികളുടെ ജീവനായി കൂപ്പുകരങ്ങളോടെ കന്യാസ്ത്രീ രംഗത്തെത്തിയത്. 2 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വെടിവയ്പ് കണ്ടുകൊണ്ടാണ് 45-കാരിയായ സിസ്റ്റർ ആൻഡ്രോസ് പോലീസിന് മുന്നിലേക്ക് സധൈര്യം ചെന്നത്. ഞാൻ മുട്ടുകുത്തി നിന്നു. ഇനി നിങ്ങൾ കുട്ടികളെ ഉപദ്രവിക്കരുതെന്നും വെടിവെക്കരുതെന്നും പകരം എന്നെ കൊന്നോളാൻ സിസ്റ്റർ പോലീസിനോട് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സൈനിക നടപടിയെ തുടർന്ന് കുട്ടികൾ ഭയന്ന് എന്റെ മുന്നിലൂടെ ഓടി. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൊട്ടുമുന്നിൽ ഒരാൾ തലയ്ക്ക് വെടിയേറ്റ് മരിച്ചു വീണു. തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചുവെന്നും ലോകം തകരുകയാണെന്ന് തോന്നിപ്പോയെന്നും സിസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടാള ഭരണം പിടിച്ചെടുത്തുന്നതിനെതിരെ നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്തുകയാണ് ഭരണകൂടം. രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. സമരം ശക്തമായ മൈഗനയിൽ സൈന്യം കടുത്ത നടപടി സ്വീകരിക്കുന്നതിനിടെയാണ് സിസ്റ്റർ ആൻഡ്രോസും മറ്റ് 2 കന്യാസ്ത്രീകളും സൈന്യത്തിനു മുന്നിൽ അപേക്ഷയുമായി എത്തിയത്. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആളുകളാണ് സിസ്റ്റർ ആൻഡ്രോസ് ന്യൂതാങ് സൈന്യത്തിനു മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. മ്യാൻമാറിലെ പട്ടാള അട്ടിമറിക്ക് പിന്നാലെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധ പ്രകടനത്തിനിടെ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കരുതേ എന്ന് മുട്ടിന്മേൽ നിന്ന് പോലീസിനോട് അപേക്ഷിച്ച ഫ്രാൻസിസ് സേവ്യർ ന്യൂതാങ് എന്ന കത്തോലിക്ക സന്യാസിനിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മ്യാൻമറിൽ ഫെബ്രുവരി 1-ന് സാൻസൂചി അടക്കമുള്ള നേതാക്കളെ തടവിലാക്കി പട്ടാളം ഭരണം പിടിച്ചുവച്ചതിനു ശേഷം ഇതുവരെ 60ഓളം പേരാണ് പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. 2000ഓളം പേർ തടങ്കലിലായിട്ടുണ്ട്. പട്ടാളത്തിന്റെ തേർവാഴ്ചയ്ക്കെതിരെ കത്തോലിക്ക വൈദികരും സന്യാസിനികളും ജനങ്ങൾക്കൊപ്പം അണിനിരന്നു. ഇറാഖി ജനതയ്ക്ക് സാന്ത്വനവും പ്രത്യാശയുമേകി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ തിരിച്ചെത്തി. ബാഗ്ദാദ് വിമാനത്താവളത്തിലെ ഔദ്യോഗിക യാത്രയയപ്പിന് ശേഷമാണ് പാപ്പ വത്തിക്കാനിൽ നിന്നുള്ള പ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കുമൊപ്പം മടങ്ങിയെത്തിയത്. യാത്രയ്ക്ക് മുൻപ് ഫ്രാൻസിസ് പാപ്പ സ്വകാര്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. വിമാനത്താവളത്തിലെത്തിയ പാപ്പ ഇറാഖ് പ്രസിഡന്റുമായി ഹ്രസ്വ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുദ്ധവും അക്രമവും നൽകിയ തീരാമുറിവ് വഹിക്കുന്ന ഇറാഖി ജനതയുടെ നടുവിൽ തീർത്ഥാടകനായിട്ടാണ് മാർച്ച് 5 വെള്ളിയാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ രാജ്യത്ത് എത്തിച്ചേർന്നത്. എയർപോർട്ടിൽ പാപ്പയെ സ്വീകരിക്കാൻ ഇറാഖി പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരുന്നു. തുടർന്ന് ബാഗ്ദാദിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ അധികാരികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങളും സംരക്ഷണവും ഉറപ്പാക്കണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക സ്വീകരണത്തിനു ശേഷം തന്റെ യാത്രയുടെ ആദ്യ ദിവസം പാപ്പ സിറിയൻ കത്തോലിക്ക കത്തീഡ്രൽ ദേവാലയമായ അവർ ലേഡി ഓഫ് സാൽവേഷനിൽ സന്ദർശനം നടത്തി. 2010-ൽ ഈ ദേവാലയത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 48 ക്രൈസ്തവരടക്കം 54 പേർ കൊല്ലപ്പെട്ടിരുന്നു. രക്തസാക്ഷികളുടെ ത്യാഗത്തിന്റെ ഓർമ്മകൾ കുരിശിന്റെ ശക്തിയിലുള്ള നമ്മുടെ ആത്മവിശ്വാസം പുതുക്കുവാൻ പ്രചോദനമാകുമെന്ന് പാപ്പ ഇവിടെ നിന്ന് പറഞ്ഞു. ബിഷപ്പുമാർ, വൈദികർ, സെമിനാരി വിദ്യാർത്ഥികൾ, മതബോധന അധ്യാപകർ തുടങ്ങിയവർ പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ശനിയാഴ്ച ഫ്രാൻസിസ് പാപ്പ ഷിയ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത നേതാവായ ഗ്രാൻഡ് ആയത്തുള്ള അൽ സിസ്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തതായിരുന്നു ഈ കൂടിക്കാഴ്ച. തുടർന്ന് മാർപ്പാപ്പ അബ്രഹാമിന്റെ ദേശമായ ഊർ സമതലത്തിലെത്തി. ഇവിടെ നടന്ന മതാന്തര കൂടിക്കാഴ്ചയിൽ ഷിയ, സുന്നി, യഹൂദ മത നേതാക്കൾ പങ്കെടുത്തു. വൈകിട്ട് ബാഗ്ദാദിലെ സെന്റ് ജോസഫിന്റെ കൽദായ കത്തീഡ്രലിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇറാഖിലെ മണ്ണിൽ ആദ്യമായി ഒരു മാർപ്പാപ്പയുടെ ആദ്യ ബലിയർപ്പണം, കൽദായ ആരാധനക്രമത്തിൽ ഫ്രാൻസിസ് പാപ്പ ആദ്യമായി പങ്കുചേരുന്ന ബലിയർപ്പണം എന്നീ 2 പ്രത്യേകതകൾക്ക് സെന്റ് ജോസഫ് കൽദായ കത്തീഡ്രൽ ദേവാലയം വേദിയായി. ഞായറാഴ്ച കുർദ് തലസ്ഥാനമായ ഇർബിലിലെത്തിയ പാപ്പയ്ക്ക് കുർദ് നേതൃത്വം വലിയ സ്വീകരണമൊരുക്കി. ഇതിനുശേഷം 2014 മുതൽ 2017 കാലയളവിൽ ഇസ്ലാമിക സ്റ്റേറ്റ് അധിനിവേശം നടത്തിയ മൊസൂളിൽ പാപ്പ സന്ദർശനം നടത്തി. നഗരചത്വരത്തിൽ തകർന്നു കിടക്കുന്ന ദേവാലയങ്ങളുടെ മധ്യേ മരണപ്പെട്ടവർക്കും യുദ്ധത്തിന് ഇരകളായവർക്കും വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥന നടത്തി. തീവ്രവാദികൾ തകർത്ത ഭവനങ്ങളുടെയും ദേവാലയങ്ങളുടെയും സമീപത്ത് മാർപ്പാപ്പ അല്പസമയം നിശബ്ദനായി നിന്നത് അനേകരെ വികാരഭരിതനാക്കി. പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കടുത്ത പീഡനം ഏറ്റുവാങ്ങിയ കാരഗോഷ് നഗരത്തിലേക്ക് നീങ്ങി. തീവ്രവാദികൾ നശിപ്പിക്കുകയും ആയുധ പരിശീലന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്ത ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിൽ പാപ്പ സന്ദർശനം നടത്തി. ഇറാഖിലെ തന്റെ പര്യടനത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പാപ്പ പങ്കെടുത്ത അവസാന പൊതുപരിപാടി ഇർബിലിലെ സ്റ്റേഡിയത്തിലെ ബലിയർപ്പണമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇറാഖ് സന്ദർശനം സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രത്യാശയുടെ അടയാളമാണെന്ന് യുനെസ്കോ.
ക്രൈസ്തവ ഹൃദയഭൂമിയിലേക്കുള്ള മാർപ്പാപ്പയുടെ വരവ് വൈവിധ്യത്തിന്റെ തൂണിന്മേൽ പണിതുയർത്തപ്പെടുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമായി മാറുമെന്ന് സംഘടന പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇറാഖ് സന്ദർശനം സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രത്യാശയുടെ അടയാളമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോ വ്യക്തമാക്കി. ക്രൈസ്തവ ഹൃദയഭൂമിയിലേക്കുള്ള മാർപ്പാപ്പയുടെ വരവ് വൈവിധ്യത്തിന്റെ തൂണിന്മേൽ പണിതുയർത്തപ്പെടുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമായി മാറിയെന്ന് യുനെസ്കോ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. വൈവിധ്യങ്ങൾ പരസ്പര ബഹുമാനത്തിനും നീതിയും സമാധാനവുമുള്ള ഒരു ലോകത്തിന് അത്യന്താപേക്ഷിതമാണെന്നും യുനെസ്കോ വ്യക്തമാക്കി. ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ക്രൂരതകളെപ്പറ്റി അന്വേഷണം നടത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ ടീമിന്റെ തലവനും ഉപദേശകനുമായ കരീം ഖാനും മാർപ്പാപ്പയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് പ്രസ്താവന ഇറക്കിയിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറാഖി മതനേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയും മാർപ്പാപ്പ സന്ദർശിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളും എല്ലാ സമൂഹങ്ങൾക്കും, പ്രത്യേകിച്ച് തീവ്രവാദത്തിന്റെ ഇരകളായി തീർന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇസ്ലാമിക സ്റ്റേറ്റിനെ നഗരത്തിൽ നിന്നും തുരത്തിയതിനു പിന്നാലെ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇറാഖി സർക്കാരിനും ക്രൈസ്തവ സംഘടനകൾക്കും ഒപ്പം യുനെസ്കോയും ഭാഗവാക്കാകുന്നുണ്ട്. ഇതിനായി 2018 ഫെബ്രുവരി മാസം റിവൈവ് ദ സ്പിരിറ്റ് ഓഫ് മൊസൂൾ എന്ന പദ്ധതിക്കും യുനെസ്കോ തുടക്കമിട്ടിരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പരിമിതികളെ മറികടന്ന കരുത്തുറ്റ വനിതയ്ക്ക് ആദരവ് നൽകി KCYM ചുങ്കക്കുന്ന് യൂണിറ്റ്. ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ പൊയ്കയിലും മറ്റ് KCYM പ്രവർത്തകരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ശാരീരിക പരിമിതികൾ നേരിടുമ്പോഴും ജീവിതത്തെ നിർഭയം നേരിട്ട് മുന്നേറുന്ന കരുത്തുറ്റ വനിതയെ കണ്ടെത്തി KCYM ചുങ്കക്കുന്ന് യൂണിറ്റ് ആദരവ് നൽകിയത്. ചുങ്കക്കുന്ന് പള്ളിയറ കയത്തിനു സമീപം താമസിക്കുന്ന അവിവാഹിതയായ മിനി മണ്ണനാലിലാണ് പരിമിതികളെ മറികടന്ന കരുത്തുറ്റ വനിതയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ പൊയ്കയിൽ മിനിക്ക് മെമന്റോ കൈമാറി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അനന്യ മേലെപ്പെരുമ്പിള്ളിൽ പൊന്നാട അണിയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബ്ലസൻ കാട്ടുകുന്നേൽ, ആനിമേറ്റർ സിസ്റ്റർ മേഴ്സിൻ SHും മറ്റു KCYM ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. വിശുദ്ധ യൗസേപിതാവിന്റെ വർഷത്തോടനുബന്ധിച്ച് അർജന്റീനയിലെ സാൻ ലൂയിസ് രൂപതയിൽ വിശുദ്ധ യൗസേപിതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പര്യടനത്തിന് തുടക്കമായി. വിശുദ്ധ യൗസേപിതാവിന്റെ വർഷം സമാപിക്കുന്ന 2021 ഡിസംബർ 7 വരെ പര്യടനം തുടരുമെന്ന് രൂപതാവൃത്തങ്ങൾ അറിയിച്ചു. വിശുദ്ധ യൗസേപിതാവിനോടൊപ്പം അനുസരിക്കുകയും ശുശ്രൂഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സഭയാകുക എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് വിശുദ്ധന്റെ രൂപം വഹിച്ചുള്ള പര്യടനത്തിന് രൂപതയിൽ ആരംഭം കുറിച്ചിരിക്കുന്നത്. രൂപത ബിഷപ്പ് മോൺസിഞ്ഞോർ ഗബ്രിയേൽ ബാർബ ദിവ്യബലി അർപ്പിക്കുകയും രൂപം ആശീർവദിക്കുകയും ചെയ്തതോടെയാണ് പര്യടനത്തിന് ആഘോഷപൂർവമായ തുടക്കമായത്. ഡിസംബർ 7 വരെ നീളുന്ന പര്യടനത്തിനിടയിൽ രൂപതയിലെ ഇടവകകളിലും പൊതുസ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ആശുപത്രികളിലും വിശുദ്ധ യൗസേപിതാവിനോടുള്ള പ്രത്യേക വണക്കത്തിന്റെയും ആദരവിന്റെയും സൂചകമായി രൂപം വഹിച്ച് പ്രദക്ഷിണം നടത്തും. ആഗോളസഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെ സംരക്ഷണത്തിലേക്ക് രൂപത മുഴുവനെയും ബിഷപ്പ് ഭരമേൽപ്പിക്കുകയും ചെയ്തു. തിരുക്കുടുംബത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും പാലകനെന്ന നിലയിൽ വിശുദ്ധ യൗസേപിതാവ് ഏറ്റെടുത്ത വിശ്വാസ സഹനയാത്ര സഭാമക്കൾ മാതൃകയാക്കാനുള്ള പ്രത്യേക കൃപാവരത്തിനായി വിശുദ്ധ യൗസേപിതാ വർഷം കാരണമാകുമെന്ന പ്രാർത്ഥനയിലാണ് രൂപതാ സമൂഹം വിശുദ്ധ രൂപ പര്യടനത്തിൽ ആവേശപൂർവ്വം പങ്കെടുക്കുന്നത്. ദേവാലയങ്ങൾ അടച്ചിട്ട് പൊതു ആരാധനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കോവിഡ് കാലഘട്ടത്തിൽ തന്റെ ഇടവകയിലെ ജനങ്ങൾക്ക് ദൈവിക സാന്നിധ്യം പകരാൻ വ്യത്യസ്ത മാർഗം കണ്ടെത്തിയ അമേരിക്കയിലെ സെന്റ് തെരേസ കത്തോലിക്ക ദേവാലയത്തിലെ ഫാദർ ബ്രിയാൻ ഗാനൻ ശ്രദ്ധേയനാകുന്നു. ഹെലികോപ്റ്ററിലാണ് ഫാദർ ബ്രിയാൻ ഇടവക ജനത്തിന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകുന്നത്. അമേരിക്കയിലെ സെന്റ് തെരേസ കത്തോലിക്ക ദേവാലയത്തിലെ വികാരിയായ ഫാദർ ബ്രയാൻ ഗാനൻ ബ്രിഡ്ജ്പോർട്ട് രൂപതയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ ദിവ്യകാരുണ്യം വഹിച്ചുകൊണ്ട് ജപമാല ചൊല്ലി രൂപതയിലെ വിശ്വാസി സമൂഹത്തിന് മഹാമാരിയുടെ നാളുകളിലും ദൈവിക സാന്നിധ്യം പകരുകയാണ്. കോവിഡിന്റെ കാലഘട്ടത്തിൽ പൊതു ആരാധനകൾക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങൾക്ക് ആത്മീയ പരിപോഷണം നൽകാൻ ഈ വൈദികൻ മുന്നിലുണ്ടായിരുന്നു. ടെലിഫോണിലൂടെ ആത്മീയ ഉപദേശങ്ങൾ നൽകിയും വിശുദ്ധ കുർബാനകളും ആത്മീയ ശുശ്രൂഷകളും ഓൺലൈനായി സംപ്രേഷണം ചെയ്തും ഫാദർ ബ്രയാൻ ഗാനൻ തന്റെ അജഗണത്തിന് ക്രിസ്തുവിനെ പകർന്നു നൽകി. കഴിഞ്ഞ വർഷത്തെ വലിയ നോമ്പ് കാലയളവിൽ ഒരു പിക് ട്രക്കിൽ ഈശോയെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത ഫാദർ ഗാനന്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. വിശ്വാസികൾക്ക് ദേവാലയത്തിൽ വന്ന് കർത്താവിനെ സന്ദർശിക്കാൻ സാധിക്കാത്തപ്പോൾ ഈശോ തന്റെ ജനത്തെ സന്ദർശിക്കുവാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് ഫാദർ ഗാനോൺ പറഞ്ഞു. എത്ര വലിയ മഹാമാരി വന്നാലും ദൈവം തന്റെ ജനത്തിന്റെ പക്ഷത്തുണ്ടെന്ന് ഫാദർ ഗാനോൺ കൂട്ടിച്ചേർത്തു. സ്രഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബന്ധം ദൃഢപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു കത്തോലിക്കൻ ഒരു മരം പദ്ധതി നടപ്പിലാക്കി ബംഗ്ലാദേശ് കത്തോലിക്ക സഭ. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഗോൾഡൻ ജൂബിലിയും ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോ സി ചാക്രിക ലേഖനത്തിന്റെ 5ാം വാർഷികവും ഒത്തുചേരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ബിഷപ്സ് കോൺഫറൻസ് മരം നടൽ പദ്ധതിക്ക് രൂപം നൽകിയത്.
ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോ സി ചാക്രിക ലേഖനത്തോടുള്ള പ്രത്യുത്തരമായി ഒരു കത്തോലിക്കൻ ഒരു മരം എന്ന സംരംഭത്തിന് ബംഗ്ലാദേശിൽ വലിയ പിന്തുണയാണ് വിശ്വാസികൾ നൽകുന്നത്. രാജ്യത്തിന്റെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന ബംഗബന്ധു ഷെയ്ഖ് മുജീബുറിന്റെ ജന്മശതാബ്ദിയും രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന്റെ ഗോൾഡൻ ജൂബിലിയും സഭയിൽ സൃഷ്ടിയുടെ കാലയളവിന്റെ ആചരണവും ഒത്തുചേർന്ന പശ്ചാത്തലത്തിലായിരുന്നു മരം നടൽ സംരംഭത്തിന് തുടക്കം കുറിച്ചതെന്ന് ബംഗ്ലാദേശ് കർദിനാൾ പാട്രിക് ഡി റൊസാരിയോ വിശദീകരിച്ചു. The tree planting initiative came from a meeting of the National Committee formed by the Bishops' Conference of Bangladesh to celebrate 2 national jubilees. ഇതിന്റെ ഭാഗമായി നമ്മുടെ പൊതുഭവനത്തിന്റെ സംരക്ഷണാർത്ഥം രാജ്യത്തെ കത്തോലിക്ക ജനസംഖ്യയായ 4 ലക്ഷം വൃക്ഷത്തൈകളാണ് രാജ്യവ്യാപകമായി നടാൻ ബംഗ്ലാദേശ് ബിഷപ്സ് കോൺഫറൻസ് തീരുമാനിച്ചത്. രാജ്യത്തെ വൈദിക സന്യാസിനി സമൂഹങ്ങളെയും അൽമായരെയും ബിഷപ്പുമാരെയും പ്രതിനിധീകരിച്ച ധാക്കയിലെ ബിഷപ്സ് കോൺഫറൻസ് സെന്ററിൽ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ 3 മരങ്ങൾ നട്ടാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. രാജ്യത്തെ 8 രൂപതകളിലെ ഇടവകകളിലും മഠങ്ങളിലും സഭാ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമായി 4 ലക്ഷം മരം നടാനുള്ള ഉദ്യമത്തിൽ ആവേശത്തോടെയാണ് വിശ്വാസികൾ പങ്കുചേർന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉപ്പായി തീരാനുള്ള ക്രൈസ്തവരുടെ വിളിയോട് സമർപ്പണം കൂടിയാണ് ബംഗ്ലാദേശ് കത്തോലിക്കരുടെ ഉദ്യമമെന്ന് ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു മിഷണറി ആകണമെന്ന തന്റെ സ്വപ്നം ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് സാക്ഷാത്കരിച്ച 10 വയസ്സുകാരിയുടെ ജീവിതകഥയാണ് ഇനി പറയാൻ പോകുന്നത്. സ്പെയിൻ സ്വദേശിനിയായ തെരേസിറ്റ കാസ്റ്റിലയാണ് ഈശോയുടെ ആ കൊച്ചു മിഷണറി. 3 വർഷത്തോളം ബ്രെയിൻ ട്യൂമറിനെതിരെ പടപൊരുതിയതിനു ശേഷമാണ് തെരേസിറ്റ കാസ്റ്റിലോ മാർച്ച് 7-ന് നിത്യസമ്മാനത്തിനായി യാത്രയായത്. മാഡ്രിഡ് അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരായ ഫാദർ ഏഞ്ചൽ ക്യാമിനോ ലാമലെ വഴിയാണ് കാസ്റ്റിലോയുടെ ജീവിതകഥ ലോകമറിയുന്നത്. ഫാദർ ഏഞ്ചൽ ക്യാമിനോ കഴിഞ്ഞ ഫെബ്രുവരി 11-ന് കാസ്റ്റിലെ അഡ്മിറ്റ് ചെയ്തിരുന്ന ആശുപത്രിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എത്തിയപ്പോഴാണ് കാസ്റ്റിലെ കാണുവാൻ ഇടയായത്. താൻ ഈശോയെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ടെന്നും തനിക്കൊരു മിഷണറിയാകാനാണ് ആഗ്രഹമെന്നും കാസ്റ്റിലോ ഫാദർ ഏഞ്ചലിനോട് പറഞ്ഞു. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വെള്ളം പോലും ഇറക്കാനാകാത്ത സ്ഥിതിയിലായിരുന്നു അവൾ. രോഗീലേപനം നൽകാനെത്തിയ ഫാദർ ഏഞ്ചലിനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അവളുടെ പുഞ്ചിരിക്കുന്ന മുഖവും അവൾ പങ്കുവെച്ച ആഗ്രഹവും. ഈ നിമിഷം മുതൽ നീ മിഷണറിയാണ്. അതിന്റെ അടയാളങ്ങളായ മിഷണറി കുരിശും സർട്ടിഫിക്കറ്റുമായി ഞാൻ മടങ്ങിവരും എന്ന വാക്കുകളോടെ യാത്രയായ ഫാദർ ഏഞ്ചൽ വൈകിട്ട് തന്നെ തിരിച്ചെത്തി രൂപതയുടെ അനുമതി പത്രവും മിഷണറി കുരിശും കുഞ്ഞു കാസ്റ്റിലോയ്ക്ക് സമ്മാനിച്ചു. ആ സർട്ടിഫിക്കറ്റ് മാറോട് ചേർത്ത അവളുടെ ആഗ്രഹപ്രകാരം ആ മിഷണറി കുരിശ് കട്ടിലിന് അഭിമുഖമായി സ്ഥാപിച്ചു നൽകി. കുരിശിലെ നാഥനോട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവളുടെ സ്വർഗീയ യാത്രയുടെ ആരംഭം. തന്റെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും അനേകം ആത്മാക്കളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. താൻ തന്റെ ശാരീരിക വേദനകൾ രോഗബാധിതരായ ആളുകൾക്കും വൈദികർക്കുമായി സമർപ്പിക്കുന്നതായി കാസ്റ്റിലോ ഒരിക്കൽ പറഞ്ഞതായി അവളുടെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ക്യാൻസറിന്റെ ശാരീരികമായ അസ്വസ്ഥതകളിലും പുഞ്ചിരിച്ചുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് കുരിശിനെ വാരിപ്പുണർന്ന ആ കുഞ്ഞു മിഷണറിയുടെ വിശ്വാസ ചൈതന്യം ആരെയും സ്വാധീനിക്കുന്നതാണ്. ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തോട് മറുതലിക്കുന്ന അനേകർക്ക് വലിയൊരു മാതൃക തന്നെയാണ് ഈ കുഞ്ഞു മിഷണറിയുടെ ജീവിതം. മയക്കുമരുന്നുകളുടെയും മദ്യപാനത്തിന്റെയും ആസക്തിയിൽ നിന്നും ക്രിസ്തുവിന്റെ ആനന്ദലഹരിയിലേക്ക് കൈപിടിച്ചുയർത്തപ്പെട്ട പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ജിം വോൾബർഗിന്റെ യുവജനങ്ങൾക്കിടയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഫലം കാണുന്നു. വിശുദ്ധ മദർ തെരേസയുമായി ജയിലിൽ വെച്ചുണ്ടായ നേർക്കാഴ്ച കത്തോലിക്കാ വിശ്വാസത്തിന്റെ യഥാർത്ഥ ഉൾക്കാഴ്ചയിലേക്ക് ജിമ്മിനെ നയിക്കുകയായിരുന്നു. ബോസ്റ്റണിൽ ഒരു ഐറിഷ് കത്തോലിക്ക കുടുംബത്തിലെ 9 മക്കളിൽ നടുവിലെത്തവനായി വളർന്നുവന്ന ജിം വാൾബർഗ് സാഹചര്യ സമ്മർദ്ദങ്ങളാലും തെറ്റായ സുഹൃത്ത് ബന്ധങ്ങളുടെ സ്വാധീനത്താലും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കും മോഷണത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. വെറും 8-ാം വയസ്സിൽ ആദ്യമായി മദ്യം രുചിച്ച ജിം കാലക്രമേണ കഠിനമായ മദ്യാസക്തിയുടെ കെണിയിൽപ്പെടുകയും കുറ്റകൃത്യങ്ങളിൽ മുഴുകുകയും 17-ാം വയസ്സിൽ 5 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ജിം വീണ്ടും പൂർവാധികം നിയന്ത്രണമില്ലാത്ത ജീവിതശൈലികളിലേക്ക് തിരിയുകയും വീണ്ടും കേസിൽ അകപ്പെടുകയുമായിരുന്നു. ജയിലിലെ ചുമതലയുണ്ടായിരുന്ന കത്തോലിക്ക പുരോഹിതൻ ഫാദർ ഫ്രേറ്റസ് ജിമ്മിന്റെ മാനസാന്തരവും ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധവും ലക്ഷ്യമാക്കി തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് തന്നിൽ സ്വാധീനങ്ങൾ ചെലുത്തിയതായി ജിം CBN ന്യൂസുമായി പങ്കുവച്ചു. അങ്ങനെയിരിക്കെ
1988 ജൂൺ 4 കോൺകോർഡിലെ മാനാച്യുസെറ്റ്സ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശുദ്ധ മദർ തെരേസ നടത്തിയ സന്ദർശനം ഒരു ദൈവനിയോഗം പോലെ തനിക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കുള്ള ക്ഷണമായി പരിണമിക്കുകയായിരുന്നുവെന്ന് ജിം പറയുന്നു. വിശുദ്ധ കുർബാന മധ്യേ കർദിനാളിനൊപ്പമുള്ള വേദിയിലേക്കുള്ള ക്ഷണം നിരസിച്ച മദർ ജയിൽവാസികളുടെ ഇടയിൽ സ്ഥാനം പിടിച്ച് ദിവ്യബലിയിൽ പങ്കെടുത്തത് ദൈവസ്നേഹത്തിന്റെ നിഷ്പക്ഷതയുടെയും കരുണയുടെയും ക്ഷമയുടെയും നേരിട്ടുള്ള അനുഭവമായി തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതും ജയിലിലെ ID നമ്പറിൽ മാത്രം അറിയപ്പെട്ടിരുന്ന തങ്ങൾ ദൈവമക്കൾ എന്ന ശ്രേഷ്ഠ പദവി അലങ്കരിക്കുന്നവരാണെന്ന മദറിന്റെ സ്നേഹമസൃണമായ വാക്കുകളിലെ അന്തരാർത്ഥത്തിലേക്ക് താൻ നയിക്കപ്പെട്ടതും ജിം പങ്കുവച്ചു. You're more than the crimes that you've committed to be here. You're more than your prison ID number. You're a child of God. God, help me to be the person that you want me to be. I can't continue to be this person. Help me to be free of this life. I felt the presence of God in my heart. തുടർന്ന് ബൈബിൾ പഠനത്തിലും കൂദാശകളിലും ഫാദർ ഫ്രേറ്റസിന്റെ ആത്മീയ പിന്തുണയോടെ ജയിൽ ജീവിതം ചെലവഴിച്ച താൻ തുടർന്ന് ക്രിസ്തുവിനായും അവിടുത്തെ വേലയ്ക്കായും ജീവിതം സമർപ്പിക്കുകയായിരുന്നുവെന്ന് ജിം പറയുന്നു. തന്നെപ്പോലെ ആസക്ത ജീവിതത്തിന്റെ കെണിയിലകപ്പെടുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും ദൈവത്തിന്റെ പരിമിതികളില്ലാത്ത സ്നേഹത്തെ കാണിച്ചു കൊടുക്കുന്ന ദൗത്യത്തിനായി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പ്രശസ്ത സിനിമാ നിർമ്മാതാവായ ജിം വോൾബർഗ്. വലിയ നോമ്പിൽ പാടി പ്രാർത്ഥിക്കാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇരട്ട വൈദികർ തയ്യാറാക്കിയ ഗാനം ശ്രദ്ധേയമാകുന്നു. തിരുമുഖം എന്ന ഭക്തിഗാന ആൽബത്തിന്റെ രചനയും സംഗീതവും ചെയ്തിരിക്കുന്നത് ഇരട്ടകളായ ഫാദർ ജെന്നി കായംകുളത്തുശ്ശേരിയും ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരിയുമാണ്. ദീപ, സോഫിയ, വിൻസ, മാർട്ടിൻ, അനിൽ എന്നിവർ ചേർന്ന് മനോഹരമായി പാടിയിരിക്കുന്ന ഗാനം JJ ഫോർ ജീസസ് ജെന്നി ജസ്റ്റിൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. നിന്നിണം വിയർപ്പായി തൂകിയതും നിൻ ശിഷ്യർ തിരസ്കരിച്ചോടിയതും എന്നെ നീ നേടുവാനായിരുന്നു. ഒന്നേ നോക്കിയുള്ളൂ, മനം പിടയുന്നു നിൻ മുഖം കാണേ.